അങ്ങനെ കാലത്ത് അതിരാവിലെ വന്നിട്ട് നമ്മുടെ മിനി കമ്പോസ്റ്റ് കുഴി ഉണ്ട്, അതിൻ്റെ പണി കഴിഞ്ഞു. ഇത് ഭയങ്കരമായിട്ട് താത്തണില്ല, കാരണം വെച്ചാൽ നമുക്ക് അവിടെ വലിയൊരു കമ്പോസ്റ്റ് കുഴി ഉണ്ട്. ഇത് നിറയുമ്പോഴേക്കും അത് എടുക്കാറായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ നോക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ ചെത്തി വെടുപ്പാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഈ പുല്ലും ഈ കാടൊക്കെ ഇല്ലേ, ഈ സാധനങ്ങളാണ് നമുക്ക് കണ്ട ഭംഗിയിൽ കുത്തിയതാണ് ഇത്. അത് ഇതിൽ കൊണ്ടുവന്നിട്ട് നിറയ്ക്കുക, അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ കണ്ടമാൻ ചെത്തി കൂടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സാധനം ഇങ്ങനെ എടുക്കാൻ പാടില്ലെന്ന് പറയാം. വല്ല പാമ്പും ഇതിപ്പോൾ ഇന്നലെ ചെത്തി കൂട്ടിയിട്ടുള്ളതാണ് ഞാൻ ഏറ്റേ. കണ്ട ഇവിടുത്തെ മുഴുവൻ പുല്ലുകളാണ്. ഇതൊന്നും അറിയോ, ഇത് നമ്മുടെ ഇവിടെ പന്തലുണ്ടായിരുന്നില്ലേ, അതിന് കടക്കിയ ഒരു പീച്ചിങ്ങ നോക്കിയ വണ്ടൻ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, മൂത്ത് മോരടിച്ചു. ഇതുകൊണ്ടൊക്കെ ഒരു അടി കിട്ടി കഴിഞ്ഞ് ചത്തു പോകുന്നു. എനിക്ക് നമുക്ക് ഇത് മാറ്റിച്ച് നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ പീച്ചിങ്ങ എന്ന് പറഞ്ഞ സാധനം മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും കൊള്ളില്ലാന്ന്. കണ്ട ചകിരി പരിവായി, കണ്ട കൂട്ടാൻ വയ്ക്കാൻ പറ്റില്ലാന്ന് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ചവയ്ക്കാൻ പറ്റില്ല. ഇതുമേ അടിച്ചിട്ട് കുരുക്കളുണ്ടല്ലേ, അടിച്ചിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. കണ്ട അടിച്ചിട്ട് ഈ മാവുമ്പോൾ നമ്മൾ ഇത്രയും ശക്തിയിൽ അടിച്ചിട്ട് ഇത് ഒരു അനക്കാൻ പറ്റില്ല. നല്ല പണം. ഇതും ഇവരെ നമുക്ക് ഈ കമ്പോസ്റ്റ് കുഴിയിൽ സംസ്കരിക്കാം. ഇപ്പം ഈ പുല്ലില്ലേ, ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഫുള്ളായിട്ട് ഇവിടെ നോക്കിയാൽ ഇന്നലെ വെറും 1.5 മണിക്കൂർ കൊണ്ട് പുല്ലി എത്തിയതാണോ, വെറും 1.5 മണിക്കൂർ കൊണ്ട് പുല്ലി എത്തി വെടുപ്പാക്കിയതിലാണ് ഇവിടെ. നമ്മുടെ അണ്ണൻ അന്ന് നിന്നിട്ട് ഇത് ഇത്രയ്ക്ക് ഏരിയ കാലത്തോട്ട് വൈകുന്നേരം വരെ ആക്കിയില്ല. ഞാൻ കൊത്തി കളക്കുകയും ചെയ്തു, അതിന് ശേഷം കൊത്തി കളക്കുകയും ചെയ്തു അടിപൊളിയായിട്ട് കംപ്ലീറ്റ് അവിടെ ഉള്ളി നടാനാണ് പോണത്. ഇത് മുഴുവൻ ഇതിൽ കൊണ്ടുവന്നിട്ട് നിറയ്ക്കുക. പിന്നെ അപ്പടിൻ്റെ കുറേ ചപ്പുചവറ് അടിപൊളി വളവതേ. ഇതിൽ ചെറുതായിട്ട് മണ്ണുണ്ട്. ഞാനിപ്പോൾ ഇതുകൊണ്ട് ആക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല പാമ്പ് താങ്ങി മാങ്ങി ഇതിൻ്റെ ഇടയിൽ വൈകുന്നേരം വന്ന് കിടക്കണ്ടെങ്കിൽ അതാണ് പോയിക്കോട്ടെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ 2 കമ്പോസ്റ്റ് കുഴി വേണം, നല്ല ശരിയാവുള്ളോ, അല്ലെങ്കിൽ നമുക്ക് വളം ശരിക്കും കിട്ടില്ലല്ലോ. മത്തങ്ങാര വള്ളികളും അതൊക്കെ ഇനിയിപ്പോൾ ഇതിൽ എന്തോരം ഇട്ടും ദൂരം താമറന്നോളൂ. നമ്മൾ കാലത്ത് കമ്പോസ്റ്റ് കുഴി സെറ്റാക്കി കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടു. ഇനിയിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ വിശാലമായ ഒരു വിപുലമായ ഉള്ളി കൃഷിയാണ് ഞാൻ ചെയ്യാൻ പോണത്. അതായത് ഇവിടെ നിന്ന് തൊട്ടിട്ട് 1 2 3 4 5 ഇവിടെ വരെ ഉള്ളി കൃഷി ചെയ്യാൻ വേണമെന്ന്. നമ്മൾ ഉള്ളിലേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളി കൃഷിയിൽ കോൺസെൻട്രേഷൻ നടത്തണം. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തടം കണ്ട, ഇതിവിടെ മധുരക്കിഴങ്ങാണ്, സ്വീറ്റ് പൊട്ടറ്റോ. ഇതിൻ്റെ കടയ്ക്ക് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇത് പറിക്കൽ ടൈമായി, ഞാൻ പറിച്ചില്ല, ഇത് മാത്രമല്ല അപ്പൊ ഇത് പറിച്ചിട്ട് അല്ല ഇവിടെ ക്ലീൻ ആക്കണ്ടേ. അപ്പൊ ഇത്രയും ഏരിയ മൊത്തം ഉള്ളി നടാൻ പോവാണ്. ഫുള്ള് ഉള്ളിന്. ശരി, ഉള്ളിയിൽ എനിക്ക് സ്വയം പര്യാപ്തത കൈവരിക്കണം. അപ്പൊ നമ്മള് ഇതിന്റെ കടയ്ക്ക് കഴിഞ്ഞ പോലെ അല്ലാട്ട് നട്ട പോലെ വില കടക്കുണ്ടാവും എനിക്കറിയില്ല. പിന്നെ ഉണ്ട്, നോക്കി നോക്കാം നമുക്കല്ലേ. ഇതിന് വളമൊന്നും വെച്ചിട്ടില്ലല്ലോ. വളം ചപ്പുചവറ് മറ്റേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത് ആ കടയിൽ നിന്ന് നമുക്ക് പൊക്കി വെക്കാം. എല്ലാവരും അവിടെ തലമാറ്റ് അവിടെ നീക്ക്. പാറ പോലെ ദൈവമേ, എൻ്റെ അമ്മേ, ഒന്നുമില്ല. ഇങ്ങോട്ട് വരരുത്. ഇല്ല, വരില്ല. എന്തിട്ടേലും ഉണ്ടോന്ന് അറിയാൻ ആകാംക്ഷ കൊണ്ട് വന്നതാ. പേടിക്കണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ലേ. വരട്ടെ, ആദ്യം ഇതിൽ നിന്ന് മാറ്റാം നമുക്ക് ആകെ, എന്നിട്ട് ഒന്ന് കളച്ചു നോക്കാം. മറ്റേ സാധനം നല്ലതെന്ന് തോന്നുന്നു ചേട്ടാ. ഇത് കൊത്തി, അത് കൊത്തിയേക്കാം. അല്ല കൊത്തി പാമ്പുണ്ടോ ഇതിൻ്റെ അടിയിൽ?
നമ്മൾ ഇത്രയ്ക്ക് നട്ടിട്ട് ഒരു സാധനം ഓ കിട്ടി. അത് പറഞ്ഞ വശം ഒരെണ്ണം ബൾബ് പോലുള്ളൊരു സാധനം. പണ്ടത്തെ മറ്റേ ഇതില്ലേ ഈ പിള്ളേരുകള് ഇത് കളിക്കില്ലേ, എന്തിനാ പറയാ, മച്ചിങ്ങ കൊണ്ട് തായോ. അല്ല ഞാൻ കുറച്ചു നേരം ആക്കട്ടെ, ഇതൊക്കെ എനിക്ക് മനസ്സിന് സന്തോഷിക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. സന്തോഷിക്കാന്ന് വെച്ചാ സത്യത്തില് നമ്മളെ മനസ്സ് ആനന്ദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് ഇതാക്കുമ്പോഴല്ല, അത് മച്ചിങ് ഇങ്ങനെ ഈർക്കിളി കുത്തിരാക്കുമ്പോഴാണ് ടക് 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 സൗണ്ട് കേൾക്കും. കഴിഞ്ഞ ആനന്ദിക്കല് കഴിഞ്ഞ ഡ്രസ്സിന്റെ കളറും ഇത് ഒരേ കളർ. അതേ കിട്ടി മഹത്തായത്. വാ എവിടെയാ എന്റെ പൊട്ടുവളരി ഉണ്ടായില്ല? അല്ല ചേട്ടൻ ടാങ്കിൽ ഇറങ്ങി നിക്ക. അശോ ട്രൗസർ ഇട്ടിട്ടല്ലേ ചേട്ടനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. പൊട്ടുവളരി കാണാൻ പറ്റുമോ? പിന്നെന്താ കാണാൻ പറ്റുമോന്ന്? നല്ല വലിപ്പയ്യാ. എന്നാ പിന്നെ പൊട്ട് വെള്ളരി കണ്ടിട്ടാവാം ബാക്കി കാര്യം. ഞാൻ പൊട്ടുവളരി വിത്ത് അന്വേഷിച്ചു കിട്ടിയില്ലേ എനിക്ക്. അല്ല ചേട്ടന്റെ തോട്ടം വീണ്ടും അടിപൊളിയാക്കി തുടങ്ങിയിട്ടാ. അല്ല ചേട്ടൻ സെക്കൻഡ് റെസ്റ്റ് എടുക്കാണ്ടുള്ള പണിയാ. കാലത്ത് നേരത്തെ ഇവിടേക്ക് ഇറങ്ങിയതല്ലേ. ചേട്ടന്റെ പാവം വേഗം മുണ്ട് മാറിയിട്ടാ. ആൾക്കാർ വല്ലവരും വല്ലതും കമന്റ് ഇട്ടാലോ ഒന്ന് പേടിച്ചിട്ട്. അല്ല ചേട്ടന് ഇത് എന്തോരുണ്ട് കൂർക്ക പറിക്കുമ്പോ ഉണ്ടാ? അതെ അല്ല ആവശ്യത്തിന് മതിയല്ലോ. ആവശ്യത്തിന് മതിയല്ലോ. അതെ പൊട്ടുവളരി കാണാൻ വരാണ് ഞങ്ങള്. മുണ്ട് അതിൽ അടിയിലെ ട്രൗസർ കാണണോ? അത് കുഴപ്പമില്ല അല്ലേ കണ്ടാലും. കൂർക്ക പിന്നി നട്ടാ? കൂർക്കതേ പിന്നി നട്ടുണ്ടല്ലോ. ഞാൻ നിർത്തിയത്. അമ്മേ നോക്കിയേ, ഇതൊന്ന് നോക്കിയേ, ഇങ്ങോട്ട് വന്നേ. കാശ് തുമ്പ തൈകള് നോക്കിയേ, 10,000 കാശ് തുമ്പ. ഇത് നോക്കിയേ, ഈ കുമ്പി ഈ തുമ്പ കണ്ടാ മറ്റേ പൂവ്. എവിടെന്നാ തൈ കിട്ടിയെന്ന്? വെള്ളാനിക്കര അല്ലേ? ചവിട്ടണല്ലേ? കാലാത്തി വെച്ച് പോവാം. പൊട്ടുവളരിയില്ലേ? അത് ചരക്കല്ലേ? അങ്ങനെ ഇവിടെ പൊട്ടുവളരി ഉണ്ടായിരിക്കുന്നു. പൊതിഞ്ഞു കിടക്കണം. അല്ല ക്രാങ്ങളെ നോക്കണ പോലെ നോക്കണം. കണ്ടാ പൊട്ടുവളരി ഇവിടെ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ മഹത്തായ പൊട്ടുവളരി ഇതിന് ഒരു 4-5 ദിവസം കഴിഞ്ഞ പൊട്ടിയല്ലേ? കുത്തല്ലത്. ഇത് കുറച്ച് 2-3 ദിവസം കഴിഞ്ഞ് തന്നെ പൊളിയും. പൊളിയുമ്പോഴാ പൊട്ടിക്കുക? പൊളിയുന്നതിന് മുമ്പ് പൊട്ടിക്കണം. പൊതിഞ്ഞു വെക്കണം നമ്മള്. എല്ലാത്തിനും തുണി കൊണ്ട് മൂടിയിട്ടേക്കല്ലേ? വെള്ളരിക്കല്ലേ? അതല്ലേ? അത് വെള്ളരി. ഇത് പീച്ചിങ്ങ അല്ല ചരക്ക. ഇതും അതിന്റെ ഇത് തണ്ണിമത്തന്നെ നട്ടോക്കണ തന്നെ. ഇതുവരെ ഉണ്ടായിട്ടില്ല. ചവിട്ടി പോയിരിക്ക പിന്നാക്കം പോകുമ്പോ. കുക്കുംബർ ഇത് വേറെ മോഡല്. ആ പറമ്പിലത്തെ വേറെ കുക്കുംബർ നിറച്ചുണ്ടായിട്ടുണ്ട്. അജോരം പൊട്ടിക്കുന്നു. ഇതൊരു കുക്കുംബർ പൊട്ടിക്കാം. ഞാൻ പൊട്ടിക്കുന്നില്ല. കുക്കുംബർ വേണ്ട. അപ്പൊ ഞാൻ എന്തായാലും പൊട്ടിക്കാം. പൊട്ടിക്കില്ലെന്നല്ലേ ഇപ്പന്നെ പറഞ്ഞ? അല്ല അതപ്പ പറഞ്ഞത്. വെള്ളം കഴിക്കോ? കഴുകിട്ട് നോക്കട്ടാ. ചേച്ചിനെ കാണിക്കണ്ട, വെള്ളം മാത്രം കാണിച്ചാ മതി. ചേച്ചി പ്രത്യേക റിക്വസ്റ്റ് ചെയ്തു ചേച്ചിനെ കാണിക്കരുത്, അതുകൊണ്ട് കാണിക്കില്ല. നാ കൂട്ടി അടിച്ചാ? പിന്നെന്താ കഷ്ണം വലുതായ മോളില് പറക്കുന്നടിക്ക് പോലെ എനിക്ക് മോളിങ്ങനെ ആകാശത്ത് നിൽക്കില്ലേ? മനസ്സിലായി. വലുതായിട്ടില്ലേ? പൊട്ടുവെള്ളരി. സാധാരണ വെള്ളരി ഇനി മൂടിയിട്ടുണ്ടാ? അതിന് മൂടിയിട്ട് തന്നെയാ? അല്ല ചേട്ടാ അന്ന് പറഞ്ഞായിരുന്നു 1 മാസം കഴിയുമ്പോ വരാൻ. 1 മാസമായി. അപ്പോ പറഞ്ഞ പോലെ തന്നെ കൊറേ സാധനങ്ങളായി. ചില ദിവസം പണി ഉണ്ടാവില്ല, പിന്നെ പണിയാൻ പറ്റില്ല. ഒരു ഉദ്ദേശം കണക്കാണ്. നീ വേണ കടി അടിച്ചോ? വേണ്ട. ഞങ്ങളവിടെ ഭയങ്കര വെള്ളമെടുപ്പിലാണ്.
വിളവെടുപ്പ്. ഉള്ളി നട്ടില്ല അല്ലേ ചേട്ടാ പ്രാവശ്യം? ചെറിയതാണ് നട്ടിട്ടുള്ളൂ. കണ്ട മന നടാറില്ലേ ഒറ്റത്ത് അറ്റം വരെ? എന്തോ ആരെയോ കുത്തി പറയുന്ന പോലെ. വാ നമുക്ക് പോവാ, നമുക്ക് നമ്മുടെ വിളവെടുപ്പിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. എനിക്കിതിന്റെ തൈകൾ കണ്ടിട്ടാ ഇത് കാശിന് കൊടുക്കാൻ പറ്റും വെച്ചെങ്കിൽ ഞാൻ കണ്ടോ അങ്ങനെ കാശുണ്ടാക്കായിരുന്നു. എല്ലാതും ഒരു കളറാ അല്ലേ? ഈ പിങ്ക് ശരി ഓണത്തിന്റെ സമയത്തല്ലേ ഉണ്ടാവുക കാശ് അല്ലേ? ഇപ്പൊ കാശ് തുമ്പിക്കാൻ അങ്ങനെയൊന്നുമില്ല, സമയമൊന്നുമില്ല. ഏത് സമയത്തുണ്ടാവും. അത് മനസ്സിലായി. അടുത്ത സ്റ്റെപ്പ് വാങ്ങിക്കാറായ കോഴിക്കുട്ടികളെ വാ. പൂക്കുമ്പുറമാണ് ഏത് നോട്ടോ, ഞാൻ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും കിട്ടില്ല ദൈവമേ. എന്തോരം കാട് പോലെ സാധനം. മറ്റേ ആ വലിക്കണ സാധനം കൊണ്ട് വലിച്ചാലോ? അത് തന്നെയാ നല്ലത്. കൈ കൊണ്ട് വലിക്കണ നല്ല ബുദ്ധിണ്ട് ഈ സാധനം ഉണ്ട്. അല്ല ചേട്ടനും സജീവനും കൂടിയിട്ട് 100 കോഴിക്കുട്ടികളെ പറഞ്ഞിട്ടുണ്ടെന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. സജീവന് 40 എണ്ണവും അല്ല ചേട്ടൻ 60 എണ്ണം. എല്ലാരും കോഴി കൃഷി ആരംഭിക്കാൻ പോവാ. കോഴി കൃഷിയല്ല അവരുടെ ആവശ്യത്തിന്. അല്ല ഇതുപോലെ തഴച്ചു വളർന്നിട്ട് കടയ്ക്ക ഒന്നുമില്ലെന്ന് പറഞ്ഞ എന്തെന്നാ പറയാ ഇവരൊക്കെ അല്ലേ? ഭയങ്കര തന്നെ നാണാവില്ലല്ലോ ഇവർക്ക്. അത്രയ്ക്ക് ആക്കിയിട്ട് അല്ല നീ ഇവിടുന്ന് കൊത്തി നോക്കി നോക്കാം നമുക്ക്. ഫസ്റ്റ് അത് കിട്ടിയില്ലേ അത് വിചാരിച്ചിട്ട് ഈ ആളുകളെയൊക്കെ വിളിച്ചിട്ട് കൊട്ടി കോഴിച്ചിട്ടൊക്കെ വിളവെടുപ്പ് നടത്തി കഴിഞ്ഞാൽ നാണം കെടും സംഗതി. അല്ല ഇത് ചെയ്യേണ്ട ഒരു രീതി ഉണ്ട്. ആരതെനിക്ക് അയച്ചെന്ന് അല്ല ചെറിയാട്ടം ഗംഭീരമായിട്ട് ചെയ്തല്ലേ, പെട്ടി പൊട്ടിച്ചു. അതൊന്നല്ല അതിന്റെ രീതി. അതിന് ഈ മണ്ണ് ഒരുക്കണതിന് ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. മണ്ണിനാ 50% മണ്ണ്, ബാക്കി 50% വെണ്ണീറ്, പിന്നെ ചാണപ്പൊടി, പിന്നെ എല്ലുപൊടിയാണോ കമ്പോസ്റ്റ് വളമാണോ അങ്ങനെ എന്തൊക്കെയോ കൂടി ചേർത്തിട്ടാണ് 50%. ഞാൻ ആ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്നിട്ട് ആ മണ്ണ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വെക്കണം. അപ്പാണ് അതിൽ ഭയങ്കരമായിട്ടുണ്ടാവും. ഇതിപ്പോ കമ്പോസ്റ്റ് കുഴി വന്നിട്ടാ ലോഡ് സാധനം മാന്തിയ വില നമുക്ക് ഇതിന് മുന്നിൽ കേട്ടോ. വെല്ലോണ്ട് നീ ആ പ്രൊപ്പോർഷൻ എന്തായാലും പറഞ്ഞോട്ടെ എനിക്ക്. അല്ലാതെ ശരിക്കേ കണ്ട തിരക്കി കഷ്ടപ്പെട്ടു. ഇത് നല്ല വളമാണ്. ആ രീതിയിൽ ചെയ്തിട്ടുണ്ടായില്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഉണ്ടാവില്ല. അല്ലാന്നേ ഒരു സാധനം പോലും ഇല്ലെന്ന് എന്തുന്നാ പറയാ. വലിയൊരു ചട്ടിയും കുട്ടിയൊക്കെ ഇതൊക്കെ ഇല്ല. സുന്ദരി സുന്ദരി കുട്ടി സുന്ദരി കുട്ടി ചുന്തിരി കുട്ടി എന്താണെന്ന് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട് അവൾക്ക്. ഈ ടൈസം വന്നല്ലോ. കിട്ടിയപ്പോ ടൈസൺ ടൈസന് വേണാറാ മധുരക്കിഴങ്ങ് കാര്യ ചെറുതാ അന്നത്തെ ആ മധുരക്കിഴങ്ങ് വിളവെടുപ്പിൽ അല്പം അഹങ്കരിച്ചോ ആവോ. ഫ്ലാഷ് ബാക്ക്. ഇപ്പൊ ഫസ്റ്റത്തെ കിട്ടിട്ടാ. ചേട്ടാ എക്സ്പ്രഷൻ കുറച്ചിട്, കുറച്ച് കുറക്കി. ഇതെന്താ ഞാൻ ഈ കൃഷി ചെയ്തിട്ട് സാധനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത് വീണ്ടും. ഇതിപ്പോ ഒരു കുഞ്ഞൊരു കട കുറച്ചപ്പോഴേക്ക് ഇത്രക്ക് ഇനി കിട്ടുന്നത് ദൈവത്തിന് അറിയട്ടെ. നമ്മളിപ്പോ ഇതിപ്പോ അഹങ്കരിച്ചു. അഹങ്കാരം നല്ലതല്ലാന്ന് മനസ്സിലായില്ലേ ചെറുതാ. അല്ല അതിലുണ്ട് നന്നായിട്ടുണ്ടായില്ലോ കുറച്ച് നട്ടല്ലോ. നമ്മള് വെറുതെ ഇവിടെ അതിവിടെ തന്നെയായിരുന്നു. അതവിടെ അല്ലേടാ ഇനി ഇവിടെ നിന്ന് പറിച്ചോട്ടെ. കണ്ട ടൈസനൊക്കെ വയസ്സായിട്ട് നോക്കിയല്ലേ. 12 വയസ്സ് കഴിഞ്ഞില്ലേ. ആള് മമ്മൂട്ടിയായിരുന്നു. മറ്റേ കോർപ്പറേഷൻകാര് അല്ലേ വീണ്ടും പിടിച്ചോണ്ടായിട്ട് ഇതിനെ വീണ്ടും ഡബിൾ വന്ധ്യംകരണത്തിന് ഇരയായ ഒരു പാവം മൃഗമാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനവർക്ക് അറിയില്ലല്ലോ ഇത് പുറത്ത് കറങ്ങി നടന്നപ്പോ ഇത് തെരുവ് നായിയാൻ വിചാരിച്ചിട്ടേ ചെയ്യാത്തതാവും വിചാരിച്ചിട്ടുണ്ടാവും. ഇവൻ ഒഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. ഇവൻ പിന്നെ ഇങ്ങനെ വരും.
ഇനി കായിക്കോട്ടുണ്ടാകട്ടെ. ഇന്ത്യടാ എൻ്റെ മധുരക്കിഴങ്ങ്. ഇത് വരണം. വെള്ളപ്പൊക്കത്തിൽ ഓരോരുത്തരൊക്കെ കുറേ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വെള്ളപ്പൊക്കത്തിലൊക്കെ മുങ്ങിപ്പോയിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ പോയിട്ട് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഓരോരുത്തരൊക്കെ നാട്ടിൽ എത്തില്ലേ, തിരിച്ചെത്തില്ലേ. അതുപോലെയാ അവിടുന്ന് അല്ല അതുപോലെ ഓരോരുത്തരെ കിട്ടുന്നു വരുന്നു. ഉപമയല്ല അത്. ഞാൻ വെള്ളമൊന്നും ചെയ്തിട്ടില്ല ഇതിലേ. ആ മാവിന്റെ ഇലയില്ലേ, മാവിന്റെ ഇലയാണ് ഇതിൽ നിറച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? മാവിന്റെ ഇലയും വെണ്ണൂറും. മാവിന്റെ ഇല ഒന്നിനും ഇടാൻ പാടില്ല എന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ വെണ്ണൂറ് കണ്ടമാന എവിടെ നിന്ന് വെണ്ണൂറ്? ഇവിടെയാ കണ്ടമാനിടാൻ. കണ്ടമാന വെണ്ണൂറുണ്ട്. കണ്ടമാനിടാൻ പാടില്ല, ഓരോന്നിനോരോ കണക്കുണ്ട്. അല്ല നമുക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഇന്നാൾ കിട്ടിയില്ലോ, നമുക്ക് ആവശ്യമുള്ള കിട്ടിയിട്ടല്ലോ. എന്തേ നോക്കിയേ, കടിച്ചോണ്ട് നോക്കിയേ, അരിച്ചാൻ കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ കാലുമേ. കടാ അരിച്ചാൻ കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ. മറ്റേ കട്ടുറുമ്പിനേക്കാളും വേനയല്ലേ ഇത് കടിക്കുന്നത്? പിന്നീട് കട്ടുറുമ്പ് ഒക്കെ പിന്നെ പോയിരിക്കണം അവൻ്റെ അടുത്ത്. ഇവിടെ അരിച്ചാൻ കൂട്ടങ്ങളുടെ കേന്ദ്രമാണ് അതാ ഇതില്. അവിടെ നീന്നോട്ടെ, നീങ്ങുന്നു ഇച്ചിരി നീന്ന് ഒരു കള കൊണ്ടു വിട്ടാ. നോക്കിയേ, എനിക്ക് മനസ്സിലാവില്ല ഈ മധുരക്കിഴങ്ങിൻ്റെ മനഃശാസ്ത്രം. മധുരക്കിഴങ്ങ് കൂർക്കൊക്കെ സെയിം പരിപാടികൾ ഞാൻ തോന്നില്ലേ. ലാസ്റ്റായി ആ നോക്കി പിരിഞ്ഞുള്ള സാധനം. ഞാൻ പറഞ്ഞില്ല അവിടെ ഇവിടുന്ന്. അയ്യോ ഇത് ഓരോരുത്തരെ കള കൊണ്ടു. ഇവറ്റങ്ങൾ ഇത് എന്തൊട്ട് താങ്ങിയ കണ്ട. ആ ഭാഗത്ത് വെണ്ണീറുണ്ട് നല്ലോണം. വെണ്ണീറുണ്ട് കണ്ട. ആ വെണ്ണീറല്ലേ? ആ അതിപ്പോഴും ദഹിച്ചിട്ട് പോലുമില്ലേ. കഴിഞ്ഞു. ഇത്രയും ഭീമാകാരനായ ഒരു തടമുണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ഈ സാധനം നട്ടിട്ട് നമുക്ക് കിട്ടിയത് 1/2 കിലോ സാധനമാണ് കിട്ടിയത്. അതിൻ്റെ ഉള്ളിലുണ്ട് എന്താ? ആ ഇതിൻ്റെ ഉള്ളിൽ 2 പെട്ടുണ്ട്. ഏതിൻ്റെ ഉള്ളില്? ഇതിൻ്റെ ഉള്ളിൽ 2 പെട്ടുണ്ടെന്ന് ഇതി കണ്ടുവന്നു. വാ എന്തായാലും അവനെ കണ്ടുപിടിച്ചിട്ടുള്ള തന്നെ കാര്യം. എവിടെയുണ്ട് സ്ഥലത്ത് നോക്കിയാ ഇതിൽ 2 ഉണ്ടെന്ന് കിട്ടി. ഒരെണ്ണം കിട്ടി. കാണാല്ല ഉണ്ടാവും പോട്ടെ. അപ്പോൾ കമ്പോസ്റ്റ് ഇപ്പോൾ നമ്മൾ പയറൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ ഇങ്ങനെ വട്ടത്തിൽ പയർ തടങ്ങളായിട്ട് പയർ നട്ടു. ജഗോ മോട്ടർ വിട്ടേ. ഇനി നമ്മൾ കൃഷിത്തടം വീണ്ടും ഒരുക്കുന്നു. ചെളിയാവില്ലേ? ചെളിയായിക്കോട്ടെ. ചെളിയിൽ എനിക്ക് കൊത്തി കളയ്ക്കണം. കൊത്തി കളയ്ക്കണം. എന്നിട്ട് വേണം ഉള്ളി തടം ഇങ്ങോട്ട് നടണമെങ്കിൽ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിറയെ ഫുള്ള് ഉള്ളി തടാണ്. തട്ടി നിറച്ചിട്ടേ കണ്ടോ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാ. ഇത്ര ഉഗ്രം മണ്ണിലാണ് ഈ ടാങ്ക് ഉണ്ടാവാണ്ടിരുന്നത്. ഏത് മധുരക്കിഴങ്ങേ നല്ല കറുത്ത മണ്ണ് കണ്ട. അതെയാ? അല്ല ഇവിടേക്ക് നന്നായി വെള്ളം ആയിക്കോട്ടെ. അതെ ഇവിടെയൊക്കെ നനച്ചോ, ഉള്ളു നനയ്ക്കാം.